ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യ അതിർത്തിയും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സായുധ സേനയുടെ പങ്ക് വളരെ വലുതാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി JMM നേതാവ് ഹേമന്ത് സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ നവജാത ശിശുവിന് വൈകല്യമുണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. 55ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യാതിർത്തിയും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സായുധ സേന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഊട്ടിയിലെ വെല്ലിംഗ്ടൺ പ്രതിരോധ സേന സ്റ്റാഫ് കോളേജിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. 3 സേനകളിലും വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. എല്ലാ മേഖലകളിലും വനിതകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പുതുതലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. തമിഴ്നാട് സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നാളെ നീലഗിരിയിൽ ഗോത്ര വിഭാഗങ്ങളുമായി സംവദിക്കും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം ഉയർത്തിയാണ് കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ പ്രതിഷേധം ഉയർത്തിയത്. മുദ്രാവാക്യമുയർത്തി ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച എംപിമാരോട് സ്പീക്കർ ഓം ബിർള സീറ്റുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും അംഗങ്ങൾ വഴങ്ങിയില്ല. ബഹളത്തിനിടെ ചോദ്യോത്തരവേള മുന്നോട്ട് കൊണ്ടുപോകാൻ സ്പീക്കർ ശ്രമിച്ചെങ്കിലും ഇത് സാധിക്കാതെ വന്നതിനെ തുടർന്ന് സഭ 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. കൈക്കൂലി ആരോപണത്തെക്കുറിച്ച് റൂൾ 267 പ്രകാരം ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് MP പ്രമോദ് തിവാരി ആവശ്യപ്പെട്ടെങ്കിലും രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ ഇതിന് വഴങ്ങിയില്ല. തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. ഇരുസഭകളും 12 മണിക്ക് വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ലോക്സഭയും രാജ്യസഭയും തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷ നടപടിയെ ചോദ്യം ചെയ്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. സ്പീക്കറും ചെയർമാനും അനുവദിക്കുന്ന വിഷയങ്ങളിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാർലമെന്റ് സമുച്ചയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. स्पीकर और चेयरमैन महोदय ने जो डिसाइड करेगा अकॉर्डिंग टू रूल्स एंड प्रोसीजर, वो चर्चा के लिए सरकार तैयार है. डिस्टर्ब करने में क्या है, तो पहले ही आके बिना कुछ मांग रखते हुए डिस्टर्ब भी करते हैं. हम क्या करें. വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു സത്യപ്രതിജ്ഞ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയ ഗാന്ധിക്കുമൊപ്പമാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूँ, सत्यनिष्ठा से प्रतिज्ञान करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगी. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूँगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगी. जय हिंद. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 4,10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചവാൻ രവീന്ദ്ര വസന്ത് റാവുവും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ജാർഖണ്ഡിൽ JMM നേതാവ് ഹേമന്ത് സോറൻ ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് റാഞ്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 81 അംഗ നിയമസഭയിൽ 56 സീറ്റിൽ വിജയം നേടിയാണ് ഹേമന്ത് സോറൻ തുടർഭരണം ഉറപ്പിച്ചത്. 4ാം തവണയാണ് അദ്ദേഹം ജാർഖണ്ഡ് മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ, അഖിലേഷ് യാദവ് തുടങ്ങിയ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. മഹാരാഷ്ട്രയിലും സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡെ, BJP നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ്, NCP നേതാവ് അജിത് പവാർ എന്നിവർ ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സപ്ലിമെന്ററി കരാർ ഒപ്പുവച്ചതായി മന്ത്രി വി എൻ വാസവൻ. പുതിയ കരാർ അനുസരിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന് 2, 3, 4 ഘട്ടങ്ങൾ 2028 കമ്മീഷൻ ചെയ്യത്തക്ക വിധത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴയ കരാർ അനുസരിച്ചാണെങ്കിൽ 2039 മാത്രമായിരുന്നു നമുക്ക് റിട്ടേൺ ഉണ്ടാവുക. 45 വരെ പോകുമായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇപ്പോഴത്തെ കരാർ അനുസരിച്ച് നമുക്ക് വരുമാനം 2034 മുതൽ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് സവിശേഷത. ഏഷ്യയിൽ തന്നെ ഏറ്റവും ശേഷിയുള്ള സെമി ഓട്ടോമേറ്റ് പോർട്ടായി ഈ പോർട്ട് മാറിക്കഴിയുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ സ്ഥാപിത ശേഷി 45 ലക്ഷം വരെ ഉയരും ഇതിൻ്റെ പൂർണ്ണഘട്ടം നിർമ്മാണം എത്തുമ്പോഴേക്കും. ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ നവജാത ശിശുവിന് വൈകല്യമുണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് ആലപ്പുഴ സ്വദേശികളായ ദമ്പതികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത്. ഗുരുതര വൈകല്യങ്ങളാണ് നവജാത ശിശുവിന് ഉള്ളത്. ഗർഭകാലത്ത് പലതവണ സ്കാനിംഗ് നടത്തിയെങ്കിലും ഡോക്ടർമാർ വൈകല്യം തിരിച്ചറിഞ്ഞില്ലെന്നാണ് പരാതി. കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. ക്ഷേമ പെൻഷനുകൾ അർഹതപ്പെട്ടവർക്കുള്ളതാണെന്നും ഉദ്യോഗസ്ഥർ അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ക്ഷേമ പെൻഷന് അവകാശമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും. പാങ്ങോട് PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ 47ാമത് വാർഷിക ദിനാഘോഷം ശനിയാഴ്ച നടക്കും. പാങ്ങോട് കരിയപ്പ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലിൽ MP മുഖ്യാതിഥിയാകും. 55ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. വർണ്ണാഭമായ സമാപന ചടങ്ങ് ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകുന്നേരം നടക്കും. മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ മയൂരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 180ഓളം ചിത്രങ്ങളാണ് ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചത്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിൽ വൈകിട്ട് 7:30 മത്സരം. ഒമാനിലെ മസ്കറ്റിൽ പുരോഗമിക്കുന്ന ജൂനിയർ ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് നടക്കുന്ന 2ാം മത്സരത്തിൽ ഇന്ത്യ ജപ്പാനെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 11 ഗോളിന് ഇന്ത്യ തായ്ലൻഡിനെ പരാജയപ്പെടുത്തിയിരുന്നു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഫെങ്കൽ ചുഴലിക്കാറ്റായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശനിയാഴ്ച രാവിലെയോടെ ചുഴലിക്കാറ്റ് കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി തീരത്തെത്തുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രിക്കുമെതിരായ അറസ്റ്റ് വാറന്റിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അപ്പീൽ നൽകി ഇസ്രായേൽ. ഗസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധകുറ്റകൃത്യങ്ങളും മനുഷ്യാവകാശ ലംഘനവും ചൂണ്ടിക്കാട്ടിയാണ് ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. വാറന്റിനെ അമേരിക്കയും ഫ്രാൻസും എതിർത്തപ്പോൾ UK-യും കാനഡയും പിന്താങ്ങുകയായിരുന്നു. ഇസ്രായേൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗമല്ലാത്ത പശ്ചാത്തലത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെന്നാണ് ഫ്രഞ്ച് സർക്കാരിന്റെ നിലപാട്. ഏഷ്യൻ വികസന ബാങ്കിന്റെ 11ാമത് പ്രസിഡന്റായി മസാറ്റോ കാണ്ടയെ തിരഞ്ഞെടുത്തു. അടുത്ത ഫെബ്രുവരിയിൽ അദ്ദേഹം സ്ഥാനമേൽക്കും. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഉപദേഷ്ടാവാണ് മസാറ്റോ കാണ്ട. വാണിജ്യം, ഗവേഷണം, നിക്ഷേപം എന്നിവയിൽ ഇന്ത്യ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ രാജ്യത്ത് വിപ്ലവകരമായ വളർച്ച കൊണ്ടുവന്നതായും നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത് പ്രതിഫലിക്കുന്നതായും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സൈബർ കുറ്റകൃത്യ സംഘവുമായി ബന്ധമുള്ള രാജ്യത്തെ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരച്ചിൽ ഊർജിതമാക്കി. ഫിഷിംഗ് തട്ടിപ്പുകൾ, QR കോഡ് തട്ടിപ്പ്, പാർട്ട് ടൈം ജോലി തട്ടിപ്പ് തുടങ്ങി ആയിരക്കണക്കിന് സൈബർ കുറ്റകൃത്യങ്ങൾ രാജ്യത്തുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് എന്നിവയുടെ സഹായത്തോടെ നടത്തിയ വിശകലനത്തിൽ 15,000 വ്യാജ അക്കൌണ്ടുകളിലേക്ക് അനധികൃത പണം നിക്ഷേപിക്കുന്നതായും ഇത്തരം അക്കൌണ്ടുകൾക്ക് ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ ലഭിച്ചതായും കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യാതിർത്തിയും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സായുധ സേനയുടെ പങ്ക് വളരെ വലുതാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വയനാട് MPയായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി JMM നേതാവ് ഹേമന്ത് സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ നവജാത ശിശുവിന് വൈകല്യമുണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. 55ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.